அந்த ராயப்பனையும் குட்டப்பனையும் முருகனையும் எல்லாம் சீக்கிரம் கூப்பிடுறா. கால வண்டி வந்து இருக்குதுடா, இந்த நிறைய சாமானியம் இருக்கு, நீ சீக்கிரமா சீக்கிரமா. போய் போய் வா வா வா. என்ன என்ன வந்துட்டு இருக்குது. களி நம்ம நாட்டுறங்கன் களி ஆரம்பிக்க போறேன். பாட்டெல்லாம் ஆரம்பிச்சிருக்கு. நாட்டாரு இந்த மாதிரி பகலம் எல்லாம் வைக்க கூடாது. கொஞ்சம் 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 நிம்மதியா இருக்குங்க. இந்த காதரி கலாட்டா பண்ணாத. நான் சொல்றத கேளுங்க, கேளுங்க. தொடங்க போறேன். நம்ம ஒரு பெரிய மனுஷன் இங்க வர போறேன். அந்த பெரிய மனுஷன் சொல்றது கேளுங்க. ஒரு பெரிய மனுஷன் வர போறேன். நம்ம நாட்டுறங்க களி நம்ம காண போற. நம்ம களி நடக்க வேண்டேன். நம்ம பொண்ணு தம்புரான் நம்ம இந்த பாடம், இந்த കാണത്താ ദൂരത്തോള പാടം കനിഞ്ഞൊരുളിയ നമ്മുടെ പൊന്നു തമ്പുരാനാണ് ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി. அவங்க வந்தா உடனே ஆரம்பிக்க போறேன். பொண்ணு தம்புரான் நம்ம இந்த கொய்த்தெல்லாம் நிறைஞ்சு கவிஞ்சிருக்க பாடம் கொய்த்து பண்ணதுக்காக அந்த பெரிய மனுஷன் தேவையில்லையா? பொண்ணு தம்புரான் எத்திருക്കുന്നു. வரவேൽக்குங்க. വെള്ളരി നാടകവേദി അവതരിപ്പിക്കുന്നു. നെയ്തൊരു കുഞ്ഞെ മുറത്തിൽ കൊണ്ടു ചെറിയണ കൊണ്ടകര
തരിയാണ് കൊണ്ടകര. തന്നാനെ തന്നാനെ തനി തന്നാനെ തനി തന്നാന തന്നാനെ തന്നാനെ തനി തന്നാനെ തനി തന്നാന. കരുവ തല്ലിയ കുഞ്ഞരി വാളോണ്ട് കുരുകൊരു നരിയാണ് കൊണ്ടകര. കരുവ തല്ലിയ കുഞ്ഞരി വാളോണ്ട് കുരുകൊരു നരിയാണ് കൊണ്ടകര. തന്നാനെ തന്നാനെ തനി തന്നാനെ തനി തന്നാന തന്നാനെ തന്നാനെ തനി തന്നാനെ തനി തന്നാന. കൊശ തല്ലിയ കുഞ്ഞിക്കലത്തില് വാരി നിറച്ചത് കൊണ്ടകര. കൊശ തല്ലിയ കുഞ്ഞിക്കലത്തില് വാരി നിറച്ചത് കൊണ്ടകര. തന്നാനെ തന്നാനെ തനി തന്നാനെ തനി തന്നാന തന്നാനെ തന്നാനെ തനി തന്നാനെ തനി തന്നാന. ചാരി കുത്തിയ കുഞ്ഞി കയ്യിലോണ്ട് കോലെ മറിക്കണ കൊണ്ടകര. ആ ചാരി കുത്തിയ കുഞ്ഞി കയ്യിലോണ്ട്
ഇതൊരു മുദ്രപത്രം. ശരിക്കും സത്യം. എന്നാ സ്റ്റൈൽ ഇത് ഉഗ്രൻ. ഇത് 2 ഏക്കർ തെങ്ങിൻ പറമ്പ്. 2 ഏക്കർ തെങ്ങിൻ പറമ്പിന്റെ ആധാരം. വിശ്വസിക്കാമോ? ഇതിപ്പോ എന്റെ കയ്യില്. അപ്പൊ ഇത് എന്റെ. അടിപൊളി. ഇത് കലക്കും കസറും. ഇനി ഇതില് എന്തൊക്കെയാ ഉള്ളത് എഴുതി വച്ചിരിക്കുന്നത്? ഇതെല്ലാം ഇവിടെ ഉണ്ടാവോ? ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇതെല്ലാം ആരെങ്കിലും കയ്യേറി കാണുമോ? എന്തായാലും എന്തോരം ഉണ്ടെന്നൊന്ന് നോക്കിയേക്കാം. തെങ്ങുകളും മാവുകളും വരിക്കപ്ലാവുകളും. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിന്നെ പിന്നെ ഒരു സ്റ്റൈലൻ വീടും നിറ വെള്ളമുള്ള കിണറും. ഉഷാറ്. അത് ഉഷാറ്. പിന്നെ പേരമരങ്ങളും കശുമാവുകളും മുരിങ്ങകളും. കലക്കി. പിന്നെ പപ്പായകളും സപ്പോട്ടകളും. പിന്നെ പുളികളും റുമാൻ മരങ്ങളും ആറ്റമരങ്ങളും. സൂപ്പർ സൂപ്പർ. പിന്നെ തേക്കുമരവും പൈൻ മരങ്ങളും ഗോൾഡൻ ചെമ്പകവും നിറയെ പൂച്ചെടികളും റോസാപ്പൂക്കളും പനിനീർ ചെമ്പകവും. പിന്നെ 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 വെള്ളയും ചുവപ്പുമായി പുഷ്പിച്ച് നിൽക്കുന്ന ബോഗൺവില്ല ഉണ്ടെന്ന്. ഇത് കലക്കി. സൂപ്പർ. ഇതിനി ആര് കൈവശം വച്ചിരുന്നതായാലും ഇതെനിക്ക് സ്വന്തം. ഈ ആധാരം, ഈ അത്ഭുതം എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം വേറെ ആർക്കും ഒരവകാശവുമില്ല. ഈ 2 ഏക്കർ തെങ്ങിൻ പറമ്പ് എൻ്റെ ഭാഗ്യം. ഒരു സ്റ്റൈലൻ പ്രോപ്പർട്ടി. എൻ്റെ സ്വപ്നഭൂമിയാ. എൻ്റെ സാമ്രാജ്യം.
ഈ ചിരിപ്പിടിയോളം 2 ഏക്കർ തെങ്ങിൻ പറമ്പ്, ഈ ഭൂഖണ്ഡം ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ അവകാശമില്ലാത്ത എൻ്റെ 2 ഏക്കർ ഭൂഖണ്ഡം ഇത് ഞാനൊരു സ്റ്റൈലാക്കും. അണ്ടകടാഹത്തിന്റെ ദിവ്യാത്ഭുതം. ഹലി 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 ഹുലാലോ ദിവ്യാത്ഭുത അനാവരണം. എന്ത് മനോഹരമാ! വെള്ളയും ചുവപ്പുമായി പുഷ്പിച്ചു നിൽക്കുന്ന ബougainville. ഓ മനോഹരം! എന്ത് സുന്ദരമാ! ഓ എന്തോരം പേരക്കകളാ പഴുത്ത് തുടുത്ത്! അയ്യോ കൊതിയാവണു. എന്റെ ഭൂഖണ്ഡത്തിലെ പേരക്കകള് അതെ. അയ്യോ ഇത്തിരി കുഞ്ഞാ കൊതി വിടാൻ വന്നല്ലേ? സുമതി, നീയുണ്ടങ്ങ് പറന്ന് വന്നേക്കുക. കൊതി കൊണ്ട് വന്നതായിരിക്കും അല്ലേ? സുന്ദര കള്ളക്കാക്കെ കരിങ്കാക്കെ മണത്ത് വന്നതായിരിക്കും. തരത്തില്ല, എന്തോ കേൾക്കാം. നീ കൊതി വിട്ട് എനിക്ക് വല്ല വയറുവേദനയും പിടിക്കുമോ? കുറച്ച് കഴിച്ചോ. അത്ര മതി, അത്രയും കഴിച്ചാൽ മതി കേട്ടോ. എൻ്റെ പേരയ്ക്ക.
ആരുടെ പണിയാടാ അത്? ആരുടെ പണിയാടാ? ഇടാ എഴുതിരിക്കുഞ്ഞാ ഇടാ. സുമതി, സുന്ദര, നിന്റെ പണിയാണോടാ? നിനക്കൊക്കെ ആരാടാ അവകാശം തന്നെ? നീയാണോടി സുമതി? ആരാടാ ഈ എൻ്റെ ഭൂഖണ്ഡത്തിലെ പേരൊക്കെ കഴിക്കാൻ ആരാടാ നിനക്കൊക്കെ അവകാശം തന്നത്? നിനക്കൊന്നും ഒരവകാശവുമില്ല. എങ്ങനെ ധൈര്യം വന്നടാ? ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ ഓരോ അവകാശമില്ല എൻ്റെ ഭൂഖണ്ഡത്തിലെ പേരൊക്കെ കഴിക്കാൻ. ഇറങ്ങി തിരിച്ചേക്കോ എല്ലാം കൂടെ. ഈ നാട്ടിൽ നീതി ന്യായമൊന്നും ഇല്ലെന്നാണോ നിന്റെ വിചാരം? അങ്ങ് കേസ് കൊടുക്കും, അങ്ങ് ഹൈക്കോടതി അല്ല അങ്ങ് സുപ്രീം കോടതി വരെ പോകൂടാ. നീയൊക്കെ എങ്ങനെ വാദിക്കണേന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാം കൂടെ അങ്ങനെ പറന്ന് ചാടി അങ്ങ് ആർമാദിച്ച് നടക്കുക. എല്ലാത്തിനും ഞാൻ കൂട്ടിൽ അടയ്ക്കും. എന്നോട് എന്റെ ഭൂഖണ്ഡത്തിലെ എന്ത് മനോഹരമായ അത്ഭുതം! എന്റെ പുഷ്പങ്ങൾ, സുന്ദരമായ പുഷ്പങ്ങൾ. നിറയെ വെള്ളം കുടിക്കും. കുടിച്ച് അങ്ങ് ധാരാളം പുഷ്പം ഉണ്ടാക്കും. പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് വലിയ ചെടിയായിട്ട് കുടിക്ക് ധാരാളം കുടിക്ക്. ഉറച്ചിരിക്കും എന്റെ സുന്ദര കുട്ടപ്പന്മാര്. അങ്ങനെ ഉറച്ച സുന്ദരമായിട്ട് ഇരിക്കും. എന്റെ റോസാപ്പൂക്കൾ, എന്റെ പനിനീർ പുഷ്പം, ഇതെന്റെ പ്രിയ പ്രേയസിക്കുള്ളതാ. ജീവിതം ഇങ്ങനെ യൗവന തീഷ്ണവും ഹൃദയം പ്രേമസ്വരൂപവുമായിരിക്കുന്ന ഈ അസലുമ മുഹൂർത്തത്തിൽ പ്രിയേ, ഈ പനിനീർ പുഷ്പം സ്വീകരിച്ചാലും
എന്റെ റോസാപ്പൂക്കളെ കുത്തി വികൃതമാക്കാൻ നീ ആരാടാ? പുഴുക്കളെ പൊക്കോടുന്ന്. നിനക്ക് ആരാടാ എന്റെ പുഷ്പങ്ങളുടെ മേലെ അധികാരം തന്നത്, അവകാശം തന്നത്? ഓ, എന്റെ പുഷ്പങ്ങൾ. ഓ, അയ്യോ, ഒന്നും പറ്റിയില്ലല്ലോ. ഉറച്ചിരിക്കട്ടെ. എന്ത്? അയ്യോ, അയ്യോ, അമ്മേ, എന്റെ ഭൂഖണ്ഡത്തിൽ നിനക്കെന്താ കാര്യം? ക്ഷീരപഥത്തിലോ അണ്ടകടാകത്തിലോ സൗരയൂഥത്തിലോ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ അവകാശമില്ലടാ. എന്റെ ഭൂഖണ്ഡത്തിൽ നിനക്ക് യാതൊരു അവകാശമില്ല. ഒന്ന് പോയി താടാ, ഇറങ്ങിപ്പോടാ. എന്റെ പിള്ളേര് കളിക്കണേടാ. അല്ലെങ്കിൽ നീയായിട്ട് ഞാനെങ്ങനെ സഹവർത്തിത്തോടെ കഴിയും? കൊടും വിഷമായില്ലേ നിന്റെ നടത്തം? എടാ പൊക്കോണേ, അല്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടി വരും. യുദ്ധഭൂമിയിലെ രാസായുധങ്ങളും മിസൈലുകളും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിനക്കെതിരെ പ്രയോഗിച്ച് നിന്നെ ഞാൻ ഭസ്മമാക്കി കളയൂടാ. എന്താ മനുഷ്യ അവിടെ? എന്താ മനുഷ്യ പട്ടി കുരയ്ക്കുന്നത്? എന്താ കോഴികൾ കൊക്കുന്നത്? അവിടെ അതോ എന്താ മനുഷ്യ? അതോ അതെ, അത് നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ സഖാവ് മൂർഖനായിരുന്നു. ഞാൻ നമ്മുടെ സഖാവ് മൂർഖനായിട്ടൊരു ഒരു ഒരു സംവാദത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ ആഗോള പരിസ്ഥിതിയെക്കുറിച്ചും ആഗോള താപനത്തിനെ കുറിച്ചുമുള്ള ഒരു എൻവയർമെന്റൽ ഡിസ്കോഴ്സ്. അതിനുള്ളൂ, ഇവിടെ വേറെ ബഹളമൊന്നുമില്ല. എടാ മൂർഖ, വെക്കം സ്ഥലം വിട്ടോ. അവളെങ്ങാനും ഇവിടെ വന്ന് നിന്നെ കണ്ട എപ്പ തല്ലി നിന്നെ തച്ചു കൊല്ലുമെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് നീ വെക്കം സ്ഥലം വിട്ടോ. അവൾക്ക് എന്നെ പോലുള്ള ലോകബോധമോ പരിസ്ഥിതി ബോധമൊന്നും ഇല്ല. I know ecology as a politics. She knows earlier appetite. അതുകൊണ്ടാ. അല്ല, നീ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ.
അവളീ വീട്ടുകാര്യം കുടുംബകാര്യവും ഒക്കെ ആയിട്ട് നടക്കണതുകൊണ്ട് പറഞ്ഞതാ. അല്ലാതെ ഞാനൊരു സ്ത്രീ വിരുദ്ധനോ മെയിൻ ഷോവിനിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് യു പ്ലീസ് ഗോ, ലെറ്റ് മീ ലീവ്, ലെറ്റ് യു ലീവ്. അങ്ങോട്ട് അതങ്ങനെ അങ്ങനെ അങ്ങനെ പുറത്തോട്ട്. ഇങ്ങോട്ട് ഇറങ്ങിപ്പോ. എടാ പിള്ളേര് കളിക്കണം. എടാ അല്ല അല്ല നീ ഇതെവിടെ പോവാനാ? ഞാനീ 2 ഏക്കർ ഭൂഖണ്ഡം ഇങ്ങനെ വേലി കെട്ടി തിരിച്ചു വച്ചേക്കണത് മാതിരി ഈ ഭൂമി ആകെ മനുഷ്യർ അതിർത്തികൾ തിരിച്ച് വേലികൾ കെട്ടി, മതിലുകൾ കെട്ടി, കോട്ടകൾ കെട്ടി അങ്ങ് തുണ്ടം തുണ്ടമായി മുറിച്ചു വച്ചേക്കുമല്ലേ. പിന്നെ നിന്നെ പോലെയുള്ള പാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സഞ്ചരിക്കും? നിന്റെ കാര്യം കഷ്ടം തന്നെടേ. എങ്ങോട്ടെങ്കിലും പോ. ഈ മാതിരി ഭീകര അവകാശവാദം ഉന്നയിച്ച് നീ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരാനുണ്ടോ? നോക്കട്ടെ. ഇല്ല, ഈ 2 ഏക്കർ ഭൂഖണ്ഡത്തിന് വേറെ ആർക്കും അവകാശമില്ല. ഈ ദൈവം തമ്പുരാൻ കുറെ അല്ല എന്തോരം ജീവജാലങ്ങളെ എങ്ങനെ സൃഷ്ടിച്ച് വച്ചിരിക്കുന്നത്, കൂട്ടി വച്ചിരിക്കുക. എല്ലാം കൂടി ഇനി ഇങ്ങോട്ട് കയറി വരും. ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ ഇവിടെ ഒരവകാശമില്ലെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പിന്നെ അല്ല എന്തോ നിങ്ങൾ കുറെ പേര് ചെയ്യണ പോലെ ഇങ്ങനെ ഇവറ്റകളെ പൂജിക്കണോ? കേട്ടിട്ടുണ്ട്. ഈ ചില ജന്തുക്കള് ദൈവത്തിൻ്റെ വാഹനമാണ്. ചില ജന്തുക്കളെ ദൈവത്തിൻ്റെ കഴുത്തില് ആഭരണം. അതല്ല ഒരാശാനുണ്ടല്ലോ അതിൻ്റെ പുറത്താ ശയനം. അങ്ങനെ ഏതായാലും ജന്തുപൂജയ്ക്ക് ഞാനില്ലേ.
എനിക്കും എൻ്റെ ഒരേ ഒരു ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും കഴിക്കാനായി ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച തേൻ വരിക്ക ചക്കപ്പഴം. ഇത് ഇത് ഇതോ ഏത് കാലമാടനാടാ ഇത് ചെയ്തു വെച്ചത്? നീയൊക്കെ പിന്നെ ഇറങ്ങി തിരിച്ചേക്കുവാ? ഇതൊക്കെ ഞണ്ണി തിന്നാൻ ആരാടാ നിനക്ക് അവകാശം തീരെ എഴുതി തന്നത്? ഒരവകാശവും ഇല്ല. എന്റെ ചക്കപ്പഴം, എന്റെ ഭൂഖണ്ഡത്തിലെ ചക്കപ്പഴം, എന്റെ ഭൂഖണ്ഡത്തിൽ ഒരു പഴം കഴിക്കാൻ നിനക്കൊന്നും ഒരവകാശവും ഇല്ലടാ. ഒരു ചക്കപ്പഴം പോലും, ഒരു ചക്കപ്പഴം പോലും മനസമാധാനത്തോടെ കഴിക്കാൻ നീയൊന്നും സമ്മതിക്കില്ല അല്ലേ? കിടക്കണ കിടപ്പ് കണ്ടോ? അയ്യോ, തേങ്ങകള് അല്ലല്ലല്ല, ഭൂഗോളക്കായകള്. നമ്മുടെ ജീവിതത്തിന്റെ ഏക അത്താണ് നമ്മുടെ ഐശ്വര്യം. കൊലച്ച് കൊലച്ചങ്ങ് നിറഞ്ഞ് കിടക്കണ കണ്ടോ? കൊലച്ച് കൊലച്ചങ്ങ് പെറ്റ് കൂട്ട്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും കഴിക്കാനുള്ളത്. ഇതൊന്നും ഇനി ആരും ഇങ്ങോട്ട് കയറി ഞണ്ണാൻ വരണ്ട കേട്ടോ.
തിരികുഞ്ഞാ ഒന്ന് രണ്ട് 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 വെള്ളമേ വെള്ളം നിറച്ച പഴം. കുറെ ഉറക്കൊളിച്ച് കാണൂലേ? അത് ദൈവം തമ്പുരാനെ, ഇത് മൊത്തം വെള്ളം കുത്തി നിറയ്ക്കണ്ടേ? ഓ സമ്മതിക്കണല്ലേ? ഓ ഒരു മായാജാലം. ദൈവം തമ്പുരാനെ നന്ദി. 3 3 3 3 4 5 5 5 5 5. ഓ ഇതേ ഒരു ദിവസം ഏതാണ്ട് ഒരു 30 കരിക്കുകൾ വരും ഏതാണ്ട്. അത് ഒരു മാസം അതൊരു 10,900 തേങ്ങേ. 10,900. ഞാനൊരു മുതലാളിയാവും. തേങ്ങാ മുതലാളി. ഒരു വെളിച്ചെണ്ണ കമ്പനി തുടങ്ങി. ഇത് വെളിച്ചെണ്ണ ആട്ടി നിറയെ ലോഡ് കയറ്റി വിടും. അയ്യോ എന്റെ ഐശ്വര്യം, എന്റെ ജീവിതം തൊലയ്ക്കാൻ ആരാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കശ്മലന്മാരെ, കള്ളപടുക്കൂസുകളെ, മൂരാജികളെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണം. എന്റെ ഐശ്വര്യം, എല്ലാം തൊലച്ചില്ലേ? എല്ലാം പോയി. എന്റെ ജീവിതം, അയ്യോ എന്റെ അച്ഛാണ്, അയ്യോ അമ്മേ, അയ്യോ ദൈവതമ്പുരാനെ, നിന്നെ ആശ്രയിച്ചല്ലേ ഞങ്ങളുടെ ജീവിതം. ഇങ്ങനെയൊക്കെ കാണിച്ച, ഇങ്ങനെയൊക്കെ തുടങ്ങിയ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഇത് കൊടും ചതി, കൊടും ചതിയാ. എന്താടി? എന്തോ എലികളെ ഇത് തുറന്നു വച്ചേക്കണത്? എലികളെ വിഷം കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയിരുന്നു. എടി കശ്മലെ, കാര്യം പറഞ്ഞ ഇത് നമ്മുടെ ജീവിത പ്രശ്നമൊക്കെയാ. എന്ന് വെച്ചാൽ ഈ മാതിരി ഭ്രാന്തൊന്നും കാണിച്ചാൽ ഞാൻ കൂട്ടി നിൽക്കില്ല കേട്ടോ. എലികൾ ചത്തും തുടങ്ങിയല്ലോ. എടുത്ത് ദൂരെ കൊണ്ടേ കള. ഇത് കൊലപാതകം, കൊടുങ്കൊലപാതകം, ബ്രൂട്ടൽ ക്രൈം. എലികൾ ചത്തു തുടങ്ങിയല്ലോ. എന്നാലും കരിക്കുകൾ വീഴുന്നതിന് ഒരു കുറവുമില്ല. എന്താടി എന്തോ വവ്വാലുകളും പ്രതികളാ? അതെങ്ങനെ ശരിയാവും? വവ്വാലുകൾക്ക് എന്താ ഇവിടെ കാര്യം? വവ്വാലുകളെ വെടികൊച്ചു കൊല്ലാൻ പോകുന്നെന്നോ? നിന്റെ പട്ടാളക്കാരൻ സഹോദരൻ അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയെന്നോ? ഈ ഭ്രാന്താണോ നിനക്ക് നിന്റെ സഹോദരനും? ഇവനെന്താ തോക്കൊക്കെ പിടിച്ചു ഇതൊക്കെ ഇവിടെ പ്രയോഗിക്കാൻ വല്ല അനുമതിയുണ്ടോ? ആൽമരത്തിന്റെ അവിടെ വവ്വാലുകളെ കൂട്ടക്കുരുതി എടുത്താൽ
മാർച്ച് ചെയ്ത് തുടങ്ങിയെന്നോ. എടി എടി അവനെ തടേ, അവനെ 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 എടി തടി, അവനെ അവനെ എടി എടി. നിനക്കറിയാവോ തോക്ക് പാപത്തിന്റെ പ്രതീകമാ. ലോകം നശിപ്പിക്കാൻ അവതരിച്ച പാപം തോക്ക് ചൂണ്ടി നിയന്ത്രിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അത് നമുക്കെതിരെ തിരിയും. തോക്കുകൊണ്ടുള്ള കളി തീക്കളിയാ. തോക്കും ബോംബും പാപത്തിന്റെ ഗർജനങ്ങൾ വിലാപങ്ങൾ കേൾക്കുന്നില്ലേ? എടി അവനെ തടേ, അവനെ തടേ. വവ്വാലുകളെ കൊല്ലരുത് കൊല്ലരുത് കൊല്ലരുത്. വവ്വാലുകള് ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടിയിലെ പറക്കുന്ന ജീവികളാ. ഭൂമിയിലെ പച്ചപ്പില്ലാത്ത ഇടവെളിയിൽ വിത്ത് വിതറുകൾ വിതറി ഹരിതാപമാക്കുന്ന പ്രകൃതിയിലെ കർഷകർ. വവ്വാലുകളെ അതുകൊണ്ട് കൊല്ലരുത്. വവ്വാലുകളെ കൊല്ലല്ലേ, കൊല്ലല്ലേ, വവ്വാലുകളെ കൊല്ലല്ലേ, വവ്വാലുകളെ കൊല്ലല്ലേ. ഓ ഓ ഓ ഓ ഓ വവ്വാലുകൾ വെടിവെക്കില്ലേ, നിർത്ത്. എല്ലാം കൂടെ അടപടലും ഇങ്ങോട്ട് കയറി വന്നേക്കോ. കണ്ടോ, അതുങ്ങളും നിന്റെ സഹോദരനെ ആക്രമിക്കുക. ഞാൻ പറഞ്ഞല്ലേ അതുങ്ങളോട് കളിച്ച. അതിന്റെ കൂട് തീർത്തപ്പോ എല്ലാം കൂടെ നമ്മുടെ വീട്ടിലോട്ടും പറമ്പിലോട്ടും കയറി വരിക. നിപ്പയും പാർശ്വവാദി എല്ലാം കൂടെ ഇങ്ങോട്ടും ഇനി വരും. അയ്യോ ഓ ഓ ഓ ഓ ഓ എന്റെ വവ്വാലുകളെ, നിങ്ങൾ 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 ഒന്ന് പോയിതാ. വവ്വാലുകളെ പോ പോ പോ. നിങ്ങൾ കരുക്കൾ മൊത്തം കഴിച്ചു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി. നിങ്ങളും ദൈവത്തിന്റെ സൃഷ്ടികളാ. നിങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട് കരിക്കുകളൊക്കെ കഴിക്കാൻ. ഒന്ന് പോയി തരണേ വരുവാളെ, വവ്വാലുകളെ ഒന്ന് പോയി തരണേ. എടീ, നീ നിന്റെ സഹോദരനെ ഇങ്ങനെ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഒരു 10-100 വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള ജന്തുക്കളെല്ലാം ചത്തൊടുങ്ങും. എന്നിട്ട് നമ്മൾ മനുഷ്യരെ സുഭിക്ഷമായിട്ടും സുഖമായിട്ട് അങ്ങ് ജീവിക്കാന്നാണോ നിന്റെ വിചാരം? ഇങ്ങനെ പോയാ ഒരു 10-100 കൊല്ലം കഴിയുമ്പോൾ എല്ലാ ഭൂമി മൊത്തം ചുക്കി ചുളിഞ്ഞ് വരണ്ട് ഉണങ്ങി ഒരു മരുഭൂമിയായി മാറും. പറ്റാതെ ചൂട് കൂടി കൂടി ചുട്ടുപൊള്ളുന്ന ചൂട്. ആർഭാടങ്ങൾ, പൊള്ളുന്ന വാതകങ്ങൾ. ചീറിപ്പായുന്ന വാഹനങ്ങൾ, തിക്കും തിരക്കും. മാറ വഴിന്ന് മാറ. എങ്ങനെയാണോ വണ്ടി പിടിക്കണേ? എടാ നേരെ പോടാ. എടാ 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 വഴി ചാടലടാ. മാറിക്കടാ മാറിക്കടാ മാറിക്കടാ. എന്ത് പേടാ, എന്ത് പേടാ. വിഷപ്പുകകളും കൊണ്ട് മൂടി അന്തരീക്ഷമാകെ
കറുത്തിരുണ്ട് ഒന്നും കാണാൻ പറ്റാതെ ശ്വാസം 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 കിട്ടും. വിഷമാലിന്യങ്ങൾ നിറഞ്ഞ് കറുത്തിരുണ്ട് പുഴകൾ ഒഴുകും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഭൂമിയുടെ ഹരിതാവരണത്തെ കീടനാശിനികൾ തകർക്കും. ഭൂമിയുടെ പച്ചപ്പുകൾ തകർക്കും. പ്രകൃതിയുടെ മേലുള്ള ഭ്രാന്തമായ ആർത്തി ഇത് തീക്കളിയ. നമുക്ക് വിനയാ. ഒരിറ്റ് ദാഹജലം കിട്ടാനില്ലാതെ ജീവജാലങ്ങൾ അരിശം മൂത്ത് പാറിപ്പറക്കും. മരച്ചില്ല പോലുമില്ലാതെ, ഓലക്കീറിന്റെ തണല് പോലുമില്ലാതെ പക്ഷികളിങ്ങനെ പറന്ന് പറന്ന് തളർന്ന് കടൽപ്പരപ്പിന്റെ മുകളിൽ ആർത്തനാദോ കൂട്ടക്കരച്ചിലുകളോ. അയ്യോ, ഒരു തുള്ളി വെള്ളം പോലും നീന്തി തുടിക്കാനില്ലാതെ ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മീനുകളിങ്ങനെ ചത്ത പൊങ്ങി. അങ്ങനെ ചൂട് കൂടി ഭൂമി ആകെ ചുട്ടുപഴുത്ത് മഞ്ഞുമലകൾ ഉരുകി സമുദ്രം നിറഞ്ഞ് കവിഞ്ഞ് പുഴകളിലേക്കും നദികളിലേക്കും തോടുകളിലേക്കും പ്രവഹിച്ച് കരകൾ കവിഞ്ഞൊഴുകി കരയേത് കടലേതെന്നറിയാതെ മനുഷ്യൻ അലയും. എങ്ങും പ്രളയം, രാക്ഷസ തിരമാലകൾ, ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റ്.
ഹരിതാപമായ ഭൂമി, പച്ചിലകളുടെ അടുക്കളയിൽ പ്രകൃതി ആഹാരം പാകം ചെയ്യുന്നു. ആഹാ, പ്രഭാകലനം, പ്രഭാകലനം. പ്രാണവായു നിറഞ്ഞ അന്തരീക്ഷം. വിഷത്തെ അമൃതാക്കുന്ന അത്ഭുതം. സർവജീവജാലങ്ങളെയും നിലനിർത്തുന്ന ജൈവാത്ഭുതങ്ങൾ. ഈ ഭൂമി മനുഷ്യരുടെ മാത്രമല്ല, പുല്ലുകൾക്കും പുഴുവുകൾക്കും ഉൾച്ചാടിക്കും പറവകൾക്കും എല്ലാം അവകാശപ്പെട്ടത്. നമ്മൾ മനുഷ്യർ ഒരു മൺതരി മാത്രം.